അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 12 കളഭ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ശങ്കരനാരായണ സംഗീതോത്സവത്തിന് തുടക്കമായി. സിനിമാ താരം മനോജ് കെ ജയൻ ഉദ്ഘാടനം ചെയ്തു. ശങ്കരനാരായണ സംഗീതോത്സവത്തിന്റെ തിരിതെളിയിക്കലാണ് എന്റെ ചടങ്ങ് പറഞ്ഞപ്പോൾ ആദ്യം അച്ഛനെയും കൊച്ചിനെയാണ് എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. കാരണം ഞാനൊരു സംഗീതജ്ഞനല്ല, ഒരു സംഗീതോത്സവം തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യതയുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയില്ല. അച്ഛൻ്റെയും കൊച്ചിൻ്റെയും ഓർമ്മകളാണ് പെട്ടെന്ന് ഓടി വന്നത്. അച്ഛൻ്റെ മകനായി KG ജയൻ്റെ മകനായി ജനിക്കാൻ കഴിഞ്ഞുകൊണ്ട് മാത്രമാണ് എനിക്ക് അവസരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിലെ ചെറിയ സംഗീതത്തെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാൻ എൻ്റെ ഭാഗത്തൊരു ശ്രമം ഉണ്ടാകാനാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമെന്ന് എന്നും ഓർത്തു ദുഃഖിക്കുന്ന ഒരാളാണ് ഞാൻ. എവിടെ ചെന്നാലും ചെറുതായിട്ടൊക്കെ ആളുകൾ പാടിക്കും. റിയാലിറ്റി ഷോയിലും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർ ഷോ, അമ്മ ഷോ, ഇതിലൊക്കെ നമ്മൾ പാടാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല സംഗീതം. ശരിയായ സംഗീതം എന്ന് പറയുന്നത് സരിഗമപ്പ തന്നെ പഠിച്ചു തുടങ്ങണമായിരുന്നു. ആ അച്ഛൻ്റെ മകനായിട്ട് പോലും എനിക്കത് സാധിച്ചില്ല. എന്നിലെ പൊതുവെയുള്ള ഒരു ഉദാസീനത കൊണ്ടും പിന്നെ പ്രോപ്പറായിട്ട് അച്ഛനും കൊച്ചനും ഒക്കെ ആ സമയത്ത് തിരക്കിട്ട യാത്രകളും ചെറുകി സ്വാമിയുടെ കൂടെയുള്ള യാത്രകൾ മുതൽ എനിക്ക് ഓർമ്മയുണ്ട്. ദക്ഷിണേന്ത്യ മുഴുവൻ കച്ചേരികൾ നടത്തിയിരുന്ന കാലത്ത് വല്ലപ്പോഴും ഒരിക്കൽ വീട്ടിൽ വരുന്ന, ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ ചില അച്ഛന്മാരൊക്കെ വരുന്ന പോലെയൊക്കെയാണ് ഇവർ 3 മാസത്തിലോ 6 മാസത്തിലോ ഒരിക്കലാണ് വീട്ടിൽ വരുന്നത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ കാര്യമൊക്കെ ചിലപ്പോൾ അവർ പ്രോപ്പറായിട്ട് നോക്കിയിട്ടില്ല. എൻ്റെ അമ്മ ടീച്ചറായിരുന്നുകൊണ്ട് അമ്മയാണ് അതെല്ലാം ശ്രദ്ധിച്ചിരുന്നത്. വളരെ രസകരമായി ചിലപ്പം അത് 6 മാസത്തിലൊക്കെ വരുമ്പോൾ ചോദിക്കും, ഇവനിപ്പോൾ ഏത് ക്ലാസ്സിലാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാലത്താണ് ഞാൻ എൻ്റെ സംഗീത പഠനം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇല്ലാതായത്. കാരണം അങ്ങനെ പ്രോപ്പർ ഗൈഡൻസ് എനിക്ക് കിട്ടിയിട്ടില്ലെന്നുള്ളൊരു പരമാർത്ഥവും ഉണ്ട് ഇതിൻ്റെ കൂടെ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 12 കളഭ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ശങ്കരനാരായണ സംഗീതോത്സവം ചലച്ചിത്ര താരം മനോജ് കെ ജയൻ ഉദ്ഘാടനം ചെയ്തു. മനോജ് കെ ജയന്റെ പിതാവ് ഈണം നൽകിയ മയിൽപ്പീലി എന്ന ഭക്തിഗാന ആൽബത്തിലെ ഗാനവും അദ്ദേഹം ആലപിച്ചു. സ്പെഷ്യൽ ഓഫീസർ PN ഗണേശൻ പോറ്റി അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കലാശ്രീ കോട്ടയം വീരമണി സുവനീർ പ്രകാശനം നിർവഹിച്ചു. മാസ്റ്റർ അനന്തകൃഷ്ണന് സ്മൃതിസ്വരം പുരസ്കാരം ചടങ്ങിൽ സമർപ്പിച്ചു. ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ഭാരതത്തേടി, ഗുരുവായൂർ കണ്ണനെ തേടി, ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ഭാരതത്തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. അഭിഷേകവേളയാണെങ്കിലും നീയപ്പോൾ അടിയനു വേണ്ടി നട തുറന്നു.